ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ചെറിയ ബാത്റൂം ആണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹമുണ്ട് കൺസീൽഡ് ഫ്ലഷ് അകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് സിമ്പിളായിട്ട് ചെറിയ ബാത്റൂമിലാണെങ്കിൽ കൂടിയും കൺസീൽഡ് ഫ്ലഷ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് ഭിത്തിയുടെ അകത്താണ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഭിത്തിയുടെ പുറത്ത് ഇതിൻ്റെ പുറത്ത് ഔട്ട് സൈഡായിട്ട് വരുന്നത്, അതായത് വേറൊരു പുറം സൈഡാണ് വരുന്നത്. വീടിൻ്റെ പുറം സൈഡ് ആയതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീടിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊന്നും ബാത്റൂമിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇത് ഏകദേശം ഒരു 4 ഇഞ്ചൊന്നും വരുന്നില്ല, ഏകദേശം ഒരു 3 ഇഞ്ചിന് താഴെ മാത്രമേ ഈ ഫ്ലഷിൻ്റെ കനം വരുന്നുള്ളൂ. അപ്പോൾ ഈ 3 ഇഞ്ച് വരുന്ന ലെവലിൽ കറക്റ്റ് ചെയ്ത് ആദ്യമേ തന്നെ നമ്മൾ എവിടെയാണോ ക്ലോസറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കറക്റ്റ് സ്ഥലത്ത് മാർക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഫുൾ ഫ്രെയിം വരുന്നത്. ഫ്രെയിമിൻ്റെ തിക്നെസ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഏകദേശം 3 ഇഞ്ചിൻ്റെ അടുത്താണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ ഇത്രയും മാത്രം നമുക്ക് അകത്തേക്ക് കയറിയാൽ മതി, ബാത്റൂമിൽ അതായത് നമ്മുടെ ഭിത്തിയുടെ അകത്തേക്ക് കയറിയാൽ മതി. ഇതാണ് നമ്മൾ അതിൻ്റേക്ക് വരുന്ന ഇൻലെറ്റ് വരുന്നത്. ഈ ബാത്റൂമിൻ്റെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഫ്ലഷിൻ്റെ അകത്തേക്ക് വരുന്ന ഇൻലെറ്റ്, അതിലൂടെയാണ് വെള്ളം അകത്തേക്ക് വരുന്നത്, ഫ്ലഷ് ചെയ്യാൻ വരുന്നത്. പിന്നെ ഏറ്റവും താഴെ കാണുന്നത് അതിൻ്റെ ഫ്ലഷ് ചെയ്യുന്ന 1.25 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന ഇതിലൂടെയാണ് നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഫ്ലഷ് ചെയ്യുമ്പോൾ നേരെ വരുന്നത് താഴെ ഈ 1.25 ഇഞ്ച് പൈപ്പിലൂടെയാണ് വരുന്നത്. പിന്നെ നമ്മളൊരു 4 ഇഞ്ച് പൈപ്പ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ താഴെ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ക്ലോസറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വൺ സൈഡ് നമുക്ക് ഇരിക്കുന്നതിൻ്റെ വൺ സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും നമുക്കൊരു സെൻട്രലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 18 ഇഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ 18 ഇഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. വളരെ ചെറിയ ബാത്റൂമാണ്, എന്നാൽ കൂടി നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് കൺസീൽഡ് ഫ്ലഷ് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന മെഷ് കാര്യങ്ങൾ കണ്ടോ, ആ മെഷ് കാര്യങ്ങളൊന്നും എടുത്ത് കളയരുത്. വേറെ ഒന്നുമല്ല, മെഷിൽ നമ്മൾ കമ്പനി തന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഷ് വെച്ചാൽ മാത്രമേ അതിൻ്റെ പരിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആവുള്ളൂ. അതായത് ടൈലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇടുന്ന മെഷ് തന്നെയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസാണ് അത്, നമ്മൾ മെഷ് തന്നെയാണ്, അത് കമ്പനി തന്നെ തരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. മെഷർമെൻറ്റ് ഞാൻ ഇതിലൊരു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് അത് കൊടുക്കാം, എത്രയാണ് മെഷർമെൻറ്റ് എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഫിനിഷിംഗ് ലെവലിൽ, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് ആ 4 ഇഞ്ച്, അതായത് നമ്മൾ കൊടുക്കുന്ന ക്ലോസറ്റിൻ്റെ ബോൾട്ട് ലെവലുണ്ട്, ആ കാണുന്ന ഏറ്റവും താഴെ കണ്ട ബോൾട്ട് കൊടുക്കുന്ന ഓപ്ഷൻ കണ്ടോ, ആ ബോൾട്ടിൻ്റെ ഓപ്ഷൻ വരെ 14 ഇഞ്ചാണ് നമുക്ക് മിനിമം വേണ്ടത്. അപ്പോൾ ആ ലെവലിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. കോൺക്രീറ്റിങ്ങും ടൈലും കഴിഞ്ഞതിന് ശേഷമാണ് 14 ഇഞ്ച് വേണ്ടത്. പിന്നെ ഈ ബാത്റൂമിൽ തന്നെ ചെറിയ ബാത്റൂം ആണെങ്കിൽ കൂടി നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും സെപ്പറേറ്റ് ലൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ അവിടെ ചെറിയ 2 ടാപ്പ് കൊടുക്കാവുന്ന രീതിയിൽ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ അവിടെ നമുക്ക് ഹാൻഡ് ഷവറിൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ ഹാൻഡ് ഷവറിൻ്റെ ഓപ്ഷൻ കൊടുക്കാം, അതിനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ് രണ്ടും കൂടി കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മുടെ ഫ്ലഷ് ഇരിക്കുന്നത് നമ്മുടെ ഭിത്തിയിൽ നിന്ന് നമ്മുടെ അതിൻ്റെ സെൻറ്റർ, ഫ്ലഷിൻ്റെ സെൻറ്റർ 18 ഇഞ്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 18 ഇഞ്ച് നമുക്ക് ഏതെങ്കിലും ഒരു വൺ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലുള്ള കൺസീൽഡ് ഫ്ലഷ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ചെറിയ ബാത്റൂം ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഫ്ലഷ് കാര്യങ്ങളെല്ലാം ഭിത്തിയുടെ അകത്ത് പോകുന്നത് കൊണ്ട് നമുക്ക് അത്രയും സ്പേസ് നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് കിട്ടും. ചെറിയ ബാത്റൂം ആണെങ്കിൽ കൂടി നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വേറൊന്നുമില്ല, നമ്മൾ ഭിത്തി പുറത്ത് വീടിൻ്റെ പുറത്തുള്ള ഭിത്തി ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഫ്ലഷ് വയ്ക്കാൻ സാധിക്കുന്നത്. അതല്ല, വീടിൻ്റെ അകത്താണെങ്കിൽ കൺസീൽഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിന് ഒരുപാട് ദൂഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. കാരണം ബെൽറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും, അപ്പോൾ വീടിൻ്റെ സേഫ്റ്റിയെ ബാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, നിങ്ങൾ ഡയറക്റ്റായിട്ട് കയറി നോക്കിയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കൺസീൽഡ് ഫ്ലഷ് വെക്കുന്നതിൻ്റെ അളവ് ഏകദേശം അത് എത്രയാണ്, അതിന് ഭിത്തിയുടെ ഉള്ളിലേക്ക് എത്ര കയറിയിരിക്കുമെന്ന്, എങ്ങനെ വെക്കാമെന്ന്, എത്ര സ്പേസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെറിയ ബാത്റൂമിൽ നമുക്ക് വെക്കാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന ആളുകളെല്ലാവരും തന്നെ ഒരു 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഫ്രണ്ട്സ്, കാരണം എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine,